പശ്ചിമേഷ്യൻ യുദ്ധം നിലനിൽക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ ശക്തമായ താക്കീത്. കപ്പലുകളെ തൊട്ടാൽ ഇനി കളി മാറും. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അംഗീകരിക്കാനാവില്ല എന്നും ആ ഒരു നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ജല അതിർത്തിയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഒരു കാരണവശാൽ പോലും ഇവിടെ അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ഇറാന് മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇന്ത്യ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ ഹൈ കമ്മീഷണർ വിക്രം ദൊരൈസ്വാമി ലണ്ടനിൽ നടന്ന ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ 36ാമത് അസാധാരണ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കവെയാണ് ഭാരതത്തിന്റെ ശക്തമായ നിലപാട് അറിയിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ പോലും അന്താരാഷ്ട്ര ഒരു സമുദ്രപാതയിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴി തന്നെ ഇറാൻ നടത്തുന്ന ഉപരോധങ്ങളും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ആഗോള സാമ്പത്തിക സുരക്ഷയെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്ന മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തെ നാവികരിൽ 13% ഇന്ത്യക്കാരാണെന്നിരിക്കെ തന്നെ അവരുടെ സുരക്ഷയിൽ ഇന്ത്യക്ക് വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ 24 ഇന്ത്യൻ കപ്പലുകളാണ് അവിടെ വലിയ രീതിയിൽ ഗൾഫ് മേഖലകളിൽ സർവീസ് നടത്തുന്നത്. ഹോർമുസ് കടലിടുക്കിന് പടിഞ്ഞാറൻ ഭാഗമായി തന്നെ 22 കപ്പലുകളും അതിൽ 611 ഇന്ത്യൻ നാവികരും ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ യാതൊരുവിധ നീക്കവും ഇവിടെ ഇവരുടെ ഭാഗത്തു നിന്നും അനുവദിക്കില്ല എന്നും സാധാരണക്കാരായ നാവികരെയും സിവിലിയൻ കപ്പലുകളെയും ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും ഇന്ത്യ ഇവിടെ എടുത്തു ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ തന്നെ സംഘർഷം ലഘൂകരിക്കണം എന്നതും ഇന്ത്യ ഇവിടെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇറാനുമായി ഇന്ത്യക്ക് പ്രത്യേക സുരക്ഷാ കരാറുകൾ ഇവിടെ ഒന്നും തന്നെയില്ല. എന്നാൽ നിരന്തരമായ ചർച്ചകൾ പോസിറ്റീവായ ഫലങ്ങൾ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനു മുൻപേ തന്നെ വ്യക്തമാക്കിയത്. ഇതിന്റെ തൽഫലമായി തന്നെ LPG വഹിച്ചുകൊണ്ടുള്ള ശിവാലിക്, നന്ദാദേവി എന്നീ 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് അവിടെ സുരക്ഷിതമായി തന്നെ കടന്നുകൊണ്ട് ഗുജറാത്ത് തീരത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ഉന്നത നേതാക്കളെ വധിക്കുകയും തിരിച്ചടിയായി തന്നെ ഇറാൻ കപ്പലുകൾക്ക് നേരെ നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേന അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കടലിലെ നയതന്ത്ര ഒരു സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന ശക്തികൾക്കെതിരെ ലോകരാജ്യങ്ങൾ ഇവിടെ ഒറ്റക്കെട്ടായി തന്നെ ഒന്നിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒന്നിക്കണം എന്നതാണ് ഇന്ത്യ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.